ഡിജിറ്റൽ ഉപകരണങ്ങൾക്കൊപ്പം വീട്ടുപകരണങ്ങളും ലഭിക്കുന്ന മൈജി ഫ്യൂച്ചർ ഷോറൂം കൊല്ലം കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറും സിനിമാ താരം മഞ്ജു വാര്യരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മൈജി ചെയർമാനും MD-യുമായ AK ഷാജിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. പുനലൂരിനു ശേഷം ജില്ലയിലെ രണ്ടാമത്തെ മൈജി ഫ്യൂച്ചർ ഷോറൂമാണിത്. ലാലാജി ജംഗ്ഷനിൽ നിലവിലുള്ള മൈജി ഷോറൂമിന് ലഭിച്ച മികച്ച ജനപിന്തുണയാണ് ഫ്യൂച്ചർ ഷോറൂമും അതേ സ്ഥലത്ത് തുറക്കാൻ പ്രചോദനമായത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കരുനാഗപ്പള്ളി നടത്തിയത്. വമ്പൻ ഓഫറായ ബോൾ ഗെയിമിലൂടെ 5% മുതൽ 100% വരെ ഇളവിലോ സൗജന്യമായോ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം ലഭിച്ചു. നമ്മൾ കേരളത്തെ ഓർത്ത് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിക്ഷേപ സൗഹൃദമല്ല, പിന്നെ ഇവിടെ വന്നാൽ വലിയ കുഴപ്പമാണ് എന്നെല്ലാം പറയുന്നവർക്കുള്ളൊരു ഉത്തരം തന്നെയാണ് മൈജി ഷാജി എന്ന് പറയുന്നത്. മൈജി എന്ന പ്രസ്ഥാനം ഇത്രയും ശാഖകൾ തുടങ്ങുകയും 3200 ആൾക്കാർക്ക് ജോലി, ഇനി ഒരു 2000 പേർ കൂടെ ജോലി വരാൻ പോകുന്നു. 4000 കോടിയുടെ ടേൺ ഓവറിൽ നിന്ന് 5000 കോടിയിലേക്ക് മാറാൻ പോകുന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ഇനിയും കൂടുതൽ ശാഖകൾ തുടങ്ങാൻ ദൈവം ഷാജി അനുഗ്രഹിക്കട്ടെ എന്ന്. അപ്പോൾ ഓരോ മൈജി എന്ന വലിയ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഓരോ പടവിലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനും മൈജി കുടുംബത്തിലെ അംഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ 112ാമത്തെ ഷോറൂം കരുനാഗപ്പള്ളിയിൽ തുറക്കുകയാണ്. മൈജിയുടെ 112ാമത്തെ ഷോറൂമാണ് ഇന്ന്. ഇതും തന്നെ 30 ഷോറൂം കൂടി മൈജി പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലുടനീളം. അതുവഴി ഏകദേശം 2000 പേർക്കോളം ജോലി കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.